തെരഞ്ഞെടുപ്പ് തീയതി അടുത്തതോടെ കത്തിക്കയറുകയാണ് ഡീൽ വിവാദം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ലക്ഷ്യമിട്ടാണ് CPM-ന്റെ ആക്രമണം. BJP-യുമായി സഹകരിക്കുന്ന ചരിത്രമുള്ളത് വി ഡി സതീശനാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി ആരോപിച്ചു. CPM-BJP രഹസ്യ ബാന്ധവം പ്രകടമാണെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ച് അധികാരം പിടിക്കുകയെന്ന നയമാണ് പിണറായി വിജയന്റേതെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമും ആരോപിച്ചു. പ്രതികരണങ്ങൾ കാണാം. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനും കൊല്ലം കോർപ്പറേഷനും പരസ്പരം പങ്കുവെച്ചവരാണ് BJPയും UDF-ഉം. അതിന് തെളിവെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ഭരണം കിട്ടുക മാത്രമല്ല UDF-ന്റെ സീറ്റ് വർദ്ധിക്കാനും BJP സഹകരിച്ചിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷനിൽ UDF-ന് ഭരണം കിട്ടുക മാത്രമല്ല BJPയുടെ സീറ്റ് വർദ്ധിക്കാനും UDF സഹകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നാണമില്ലാതെ വോട്ട് കച്ചവടം നടത്തുന്ന BJPയുമായി സഹകരിക്കുന്ന ചരിത്രമുള്ള കോൺഗ്രസും വി ഡി സതീശനും ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുമ്പിൽ തൊഴുകയോടുകൂടി നിൽക്കുന്ന ഒരു ചിത്രം വി ഡി സതീശന് നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. ഡീൽ ആരോപണമില്ല, ഡീൽ ഇപ്പോൾ ചർച്ച ചെയ്ത് യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ്, പ്രകടമായി വന്നിരിക്കുകയാണ്. പാലക്കാട്ട് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ മറ്റു പല സീറ്റുകളിലും നോക്കിയാൽ വളരെ പ്രകടമാണ്. തിരുവനന്തപുരത്ത് നോക്കിയാൽ വളരെ പ്രകടമാണ്. ഈ ഇടതുപക്ഷം ഒരു കാര്യമായ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട സ്ഥലത്തൊക്കെ പേരിനൊരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താ? അത് ഡീൽ തന്നെയാണ്. മൈനോറിറ്റി വോട്ട് ലക്ഷ്യം വെച്ച് ഒരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം നിർത്തിയാൽ, പാലക്കാട് ഫോർ എക്സാമ്പിൾ നിർത്തിയാൽ, അത് അവർ UDF-ന്റെ വോട്ട് ഭിന്നിപ്പിക്കാം. ചിത്രം പുറത്ത് വിട്ടത് തന്നെ അവരുടെ പരിതാപകരമായ അവസ്ഥയാണ് വ്യക്തമാക്കുന്നത്. BJPക്ക് കേരളത്തിൽ നിന്ന് ഒരു MP ഉണ്ടാക്കി കൊടുത്തു. BJPക്കെതിരെയുള്ള സകലമാന കേസുകളും ഇല്ലാതാക്കി. കോൺഗ്രസിന്റെ മുഖ്യ ശത്രുവാണ് BJP. ഭരണം തുടർച്ചയില്ലാതെ ഇരുന്നാൽ വീട്ടിലിരിക്കാൻ കഴിയില്ല, ജയിലിരിക്കേണ്ടി വരും എന്ന് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ഭരണം ആരെ പിടിച്ചിട്ടെങ്കിലും, പണ്ട് EMS പറഞ്ഞ പോലെ ഏത് ചെകുത്താനെ വീട്ടുപിടിച്ചിട്ടെങ്കിലും അധികാരത്തിലെത്തില്ല. ആ നയമാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ വേങ്ങരമുണ്ട്. ഇത്തവണ അവിടെ SDPIക്ക് സ്ഥാനാർത്ഥിയില്ല, മഞ്ചേശ്വരം. ആ മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. RSS സംഘടിപ്പിച്ച പരിപാടിയാണ് 2006-ൽ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തതെന്ന് ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ RV ബാബു പറഞ്ഞു. LDF-ഉം UDF-ഉമായി മുൻകാലത്ത് സഹകരിച്ചിട്ടുണ്ടെന്നും RV ബാബു പ്രതികരിച്ചു. മതഭീകരവാദവും മുന്നണി രാഷ്ട്രീയവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് 2006 ഫെബ്രുവരി മാസത്തിൽ പറവൂര് മനക്കപ്പടി സ്കൂളിൽ സംഘടിപ്പിച്ചൊരു സെമിനാറായിരുന്നു അത്. ആ സെമിനാറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വി ഡി സതീശനായിരുന്നു. അതിനെ നിരാകരിക്കുന്നു. അങ്ങനൊരു പരിപാടി പങ്കെടുത്തിട്ടില്ലെന്ന് സതീശൻ ആവർത്തിച്ച് പറയുമ്പോൾ അത് സതീശൻ്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്നൊരു വിഷയമാണ്. RSSുമായിട്ട് കേരളത്തിലെ എല്ലാവരും പല സന്ദർഭങ്ങളിലും സഹകരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹകരിച്ചിട്ടുണ്ട്, കോൺഗ്രസ് സഹകരിച്ചിട്ടുണ്ട്. പിന്നീട് രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ കുറച്ച് 10 മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി RSSനെ മത്സരിച്ച് തല്ലുകയാണ് രണ്ടു കൂട്ടരും. വടകരയിൽ BJPയുമായിട്ട് സഹകരിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലേ? അപ്പോൾ ലീഗ് അടക്കമുള്ള ആൾക്കാർക്ക് RSS തൊട്ടുകൂടാത്തതായിരുന്നില്ലല്ലോ അന്ന്. റോഷിപാലും സജോ ദേവസ്യയും വിവരങ്ങളുമായി. ആദ്യം റോഷിപാലിലേക്ക്. റോഷിപാൽ, ഇപ്പോൾ ഡീൽ ആരോപണം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്, പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ഡീൽ ആരോപണത്തിൽ മറു ആരോപണം പ്രതിപക്ഷ നേതാവിനെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഇറങ്ങിയിരിക്കുന്നു. അത് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. പുതിയ കാര്യങ്ങളുടെ 15 ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. പഴയതും പുതിയതുമായി 15 കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ചോദ്യങ്ങളായി ഉന്നയിക്കുന്നത്. ഈ ആരോപണ പ്രത്യാരോപണങ്ങളിൽ നീങ്ങും ഈ അടുത്ത 13 ദിവസവും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ രാഹുൽ ഗാന്ധി തുടക്കമിട്ട ആരോപണമാണ് CPM-ഉം RSSുമായുള്ള ബാന്ധവം. ആരോപണം കോൺഗ്രസ് നേതാക്കൾ, UDF നേതാക്കൾ ഏറ്റുപിടിച്ചത് ശക്തമാക്കിയതോടെയാണ് ഇപ്പോൾ പ്രതിരോധം തീർക്കാൻ CPM കൂടി രംഗത്ത് വന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ലക്ഷ്യമിട്ട് ആരോപണങ്ങൾ ഉയർത്തിയതോടെ ഈ ആരോപണം ആളിക്കത്തുകയാണ്. ഏതായാലും ഓരോ മണ്ഡലങ്ങളിൽ, അത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലും തിരുവനന്തപുരം മണ്ഡലങ്ങളിലടക്കം അത് K മുരളീധരൻ ഈ ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ പല മണ്ഡലങ്ങളിലും പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ഒരു ബാന്ധവമുണ്ടെന്ന് അവിടെ വ്യക്തമാക്കാൻ വേണ്ടി അവിടെ പ്രാദേശികമായി തന്നെ നേതാക്കൾ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം കൂടിയാണ്. ഇത് വലിയ തർക്കത്തിലേക്ക്, വാഗ്വാദത്തിലേക്ക് എത്തുകയാണ്. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഏതാണ്ട് 12 ദിവസം മാത്രമാണ് പരസ്യ പ്രചാരണം. ഈ ദിവസങ്ങളിലൊക്കെ ആളിക്കത്തിക്കാൻ UDF ലക്ഷ്യമിടുന്നത് ഈ ഡീൽ ആരോപണമാണ്. കാരണം ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകൾ ഏകോപിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം CPM-ഉം RSSുമായുള്ള ബാന്ധവം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസ് കരുതുന്നത്. അതുകൊണ്ടാണ് ആ വിഷയം പരമാവധി ആളിക്കത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത്. കാരണം സർക്കാരിനെതിരെയുള്ള പല വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചതെങ്കിൽ പിന്നീട്
ഡീലിലേക്ക്. അതൊരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്. അത് വിജയിച്ചു എന്ന വിലയിരുത്തലാണ്. കാരണം UDF കൊണ്ടുവന്ന ഒരു ആരോപണം, ഒരു വിഷയം, ആ വിഷയത്തിൽ ചുറ്റിയാണ് ഇപ്പോൾ പ്രചാരണങ്ങളും ചർച്ചകളും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് അവർ ലക്ഷ്യമിട്ട പല കാര്യങ്ങൾ, LDFന് അവർ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് UDF ഈ വിഷയം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും കുറേ മണ്ഡലങ്ങൾ ഇത്തരം ഡീൽ നടന്നു എന്നതിൻ്റെ തെളിവുകളും ആക്ഷേപങ്ങളും വരും ദിവസങ്ങളിൽ UDF നേതൃത്വം പുറത്തുവിടും. ആ ഘട്ടത്തിൽ പ്രതിരോധം തീർക്കാൻ സ്വാഭാവികമായും കോലി സഖ്യത്തെ ഓർമ്മപ്പെടുത്തി പറവൂരിൽ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ VD സതീശന്റെ ചിത്രം ഓർമ്മപ്പെടുത്തി. അങ്ങനെയുള്ള ഓരോ ചിത്രങ്ങളും പഴയ ചരിത്രങ്ങളും ഒക്കെ ഓർമ്മിപ്പിച്ചായിരിക്കും LDF അതിന് പ്രതിരോധം തീർക്കുക. ഏതായാലും വരും ദിവസങ്ങളിൽ പല വെളിപ്പെടുത്തലുകളും ഇത് സംബന്ധിച്ചുണ്ടാകാൻ സാധ്യതയുണ്ട്. RV ബാബു ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള പല വെളിപ്പെടുത്തലുകളും വരും. അവിടെ ഏതായാലും ഇപ്പോൾ RV ബാബു കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിരുന്നു. അന്ന് ഈ വിവാദം നേരത്തെ ഉയർന്ന ഘട്ടത്തിലും ആ ചിത്രവുമായി ബന്ധപ്പെട്ട് പ്രതികരണം RV ബാബു നടത്തിയിരുന്നു. അപ്പോൾ RSSന്റെ പരിപാടിയിൽ VD സതീശൻ പങ്കെടുക്കുമ്പോൾ അവിടെ അദ്ദേഹം എന്താണ് പ്രസംഗിച്ചത്, ആ പരിപാടിയുടെ വിഷയം എന്തായിരുന്നു എന്നുള്ളതും പ്രധാനമാണ്. സജു. സ്മൃതി, തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഈ ഡീൽ ആരോപണത്തിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുകയാണ്. മറ്റ് ചർച്ചകൾ ഏറെക്കുറെ, അല്ലെങ്കിൽ മറ്റ് പ്രചാരണ വിഷയങ്ങൾ ഏറെക്കുറെ അപ്രസക്തമായിട്ടുണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയം. അതിലേതായാലും മുഖ്യമന്ത്രി പങ്കുവച്ച ഈ ചിത്രം 2021 RV ബാബു പുറത്തുവിട്ടതാണ്. അന്നത് വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു. അന്ന് പുറത്തുവിട്ട ചിത്രം വീണ്ടും ചർച്ചകൾക്ക് വഴിവെച്ചത് ഡീൽ ആരോപണവും പിന്നാലെ മുഖ്യമന്ത്രിയുടെ മറുപടിക്കായി ആ ചിത്രം ഉപയോഗിക്കപ്പെട്ടതുമാണ്. ആ പരിപാടിയിൽ നേരിട്ട് RV ബാബു പങ്കെടുത്തിട്ടില്ല. പക്ഷേ അതിൻ്റെ ആ മേഖലയിലെ RSSന്റെയും സംഘപരിവാറിന്റെയും പ്രധാനപ്പെട്ട ചുമതലയിലിരുന്ന ആളാണ് RV ബാബു. ഹിന്ദു ഐക്യവേദിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷനുമാണ്. പറവൂർ മനക്കപ്പടി സ്കൂളിലാണ് ഈ പരിപാടി നടന്നത്. ഗുരുജി ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായി ഒരു സെമിനാർ സംഘടിപ്പിക്കപ്പെടുന്നു. ആ സെമിനാറിന്റെ വിഷയം എന്നത് മതരാഷ്ട്രീയവും മതഭീകരവാദവും മുന്നണികളും, അല്ലെങ്കിൽ രാഷ്ട്രീയ മുന്നണികളും എന്നതാണ് ആ വിഷയമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ആ സെമിനാറിൽ പങ്കെടുത്ത്, അന്ന് 2006 അദ്ദേഹം MLA ആണ്, ക്ഷണിക്കപ്പെടുന്നു. അങ്ങനെ ക്ഷണിച്ചിട്ടാണ് വന്നത് എന്ന് RV ബാബു പറയുന്നുണ്ട്. ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയാണ് VD സതീശൻ ചെയ്തത്. അന്നത്തെ പറവൂർ MLA ആയിരുന്ന അദ്ദേഹം പറവൂരിലെ സ്കൂളിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ സെമിനാർ മതഭീകരവാദവും രാഷ്ട്രീയ മുന്നണികളും എന്നതായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ അത് മുഖ്യമന്ത്രി മതഭീകരവാദവും രാഷ്ട്രീയ മുന്നണികളും എന്ന് പറയുമ്പോൾ അവിടെ വന്നിട്ട് എന്താണ് VD സതീശൻ പ്രസംഗിച്ചത് എന്നാണ് അടുത്ത ഘട്ടത്തിൽ അറിയേണ്ടത്. ഈ മുന്നണികളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നേരത്തെയുള്ള RSSന്റെ ഒരു പരിപാടിയിൽ നേരത്തെ VS-ഉം പങ്കെടുത്തു, VD സതീശനും പങ്കെടുത്തു. രണ്ടുപേരും അതിൽ RSSന്റെ നിലപാടുകളെ വിമർശിച്ചു എന്നുള്ള വിവരങ്ങളുണ്ടായത്. പക്ഷേ 2006 എന്താണ് VD സതീശൻ പ്രസംഗിച്ചതെന്നും പ്രധാനമാണ്.